ഞങ്ങളെ കാണുന്ന ഞങ്ങളുടെ വാത്സല്യ സഹോദരി സഹോദരന്മാർ എല്ലാവരോടുമുള്ള ബഹുമാനത്തെയും സ്നേഹത്തെയും വ്യക്തിപരമായ ആദരവുകളെയും അനുഗ്രഹങ്ങളെയും ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിപ്പാനിടയായി. ഈ വർഷം കർത്താവ് നമുക്ക് വാഗ്ദത്ത വചനമായി നൽകിയത് അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 33-ാമത്തെ വാക്യമാണ്. ആ ഗ്രേറ്റ് പവർ, ആ ഗ്രേറ്റ് ഗ്രേസ് നമ്മുടെ ജീവിതത്തിൽ അനുഭവമാകുവാനിടയാകട്ടെ. അന്ന് വൈകുന്നേരം ആരാധനയിൽ പങ്കെടുത്ത പ്രിയപ്പെട്ടവർക്കറിയാം, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ അറിയിച്ചതായ ദൈവികമായ ചില ആലോചനകൾ. അത് ലീഡർഷിപ്പ് മീറ്റിങ്ങിൽ ഞാൻ നിൽക്കുമ്പോഴും 2 ദിവസം മുമ്പും ഞാൻ വീണ്ടും അത് ആവർത്തിച്ചിരുന്നു. എന്നാൽ അതിന് 2-3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അതിൽ ചിലതൊക്കെ ദേശത്തിൽ തുടങ്ങുന്നത് നിങ്ങൾ കണ്ടു. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, ദൈവത്തിൻ്റെ വചനങ്ങൾ ഒരിക്കലും മാറ്റപ്പെടുകയില്ല. ആകാശവും ഭൂമിയും മാറിപ്പോയാലും ദൈവത്തിൻ്റെ വചനം മാറുകയില്ല. മനുഷ്യർ മാറും, സാഹചര്യങ്ങൾ മാറും, അനുഭവങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകും, വ്യക്തികളിൽ മാറ്റങ്ങൾ ഉണ്ടാകും. പക്ഷെ ദൈവവചനം ഒരിക്കലും മാറത്തില്ല. മനുഷ്യനെപ്പോഴും സാഹചര്യങ്ങൾക്കൊത്തവണ്ണം ചലിക്കുന്നവരാണ്. അത് ഈ ദിവസങ്ങളിൽ പല കാര്യങ്ങളിലും മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുന്നു. പക്ഷേ ദൈവം ഏത് സാഹചര്യത്തിലും നമ്മുടെ കൂടെ നിൽക്കുന്നവനാണ്. അത് അനുഭവിച്ചവർ അത് അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? ദേവദാസന്മാർ പാടാറുണ്ട്, സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. എൻ്റെ സുഖമുള്ള കാലങ്ങളിലും എൻ്റെ കണ്ണുനീരിൻ്റെ നേരങ്ങളിലും എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഇരുന്നിട്ടുണ്ടെന്നുള്ളവർ നന്നായിട്ട് കൈകളെ അടിക്കുകയാണെങ്കിൽ നന്നായിട്ട് അടിച്ചു. ആമോസിന്റെ പ്രവചന പുസ്തകം 4-ാം അധ്യായം 12-ാമത്തെ വാക്യം ഇന്ന് പകലത്തെ ദൈവവചന ധ്യാനത്തിനായി വായിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഇസ്രായേലേ, ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ഇസ്രായേലേ, ഞാൻ ഇത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽക്കുവാൻ ഒരുങ്ങിക്കൊള്ളുക. ബൈബിൾ എടുത്തവർ ദൈവമക്കൾ ജിജി മോഹൻ പാസ്റ്ററിന്റെ കൂടെ എല്ലാവർക്കും കൂടെ ആമോസിന്റെ പുസ്തകം 4-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കാം. അതുകൊണ്ട് ഇസ്രായേലേ, ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ഇസ്രായേലേ, ഞാൻ ഇത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽക്കുവാൻ ഒരുങ്ങിക്കൊള്ളുക. Prepare to meet your God. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ അതിപ്രധാനപ്പെട്ട ഒരു വാഗ്ദത്തമാണ് the most important promise. അത് യേശു കർത്താവിൻ്റെ മടങ്ങിവരവും മഹത്വപ്രത്യക്ഷതയും മേഘപ്രത്യക്ഷതയുമാണ്. എന്നാൽ ഇതെല്ലാം ഈ കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ മുഴുവൻ കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നത്, ശ്രദ്ധിക്കേണ്ടത് ഇസ്രായേൽ എന്ന രാജ്യത്തോടുള്ള ബന്ധത്തിലാണ്. യേശു കർത്താവ് ആ രാജ്യത്തെ അത്തി എന്ന് ഉപമിച്ചിട്ടുണ്ട്. അത്തി തളിർക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. യേശു ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് പ്രവാചകന്മാർ പ്രവചിച്ച മുഴുവൻ പ്രവചനങ്ങളും നിവർത്തീകരിക്കപ്പെട്ടു.
മീഖ പ്രവചിച്ചിരുന്നു യേശു ബത്ലഹേമിൽ ജനിക്കുമെന്ന്. നീയോ ബത്ലഹേം എഫ്രാത്തെ എന്ന് തുടങ്ങുന്ന ആ വചനം, പ്രവചന ഭാഗം യേശുവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിലുള്ള പ്രവചന ഭാഗമാണ്. യേശു ആരായിരിക്കുമെന്ന് പ്രവാചകനായ യെശയ്യാവ് തൻ്റെ ജനനത്തിന് ആയിരക്കണക്കിന് വർഷം മുൻപേ പ്രവചിച്ചു. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, അവൻ അത്ഭുത മന്ത്രി, അവൻ വീരനായ ദൈവം, അവൻ നിത്യപിതാവ്, അവൻ സമാധാനത്തിന്റെ പ്രഭു. അങ്ങനെ പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചനങ്ങളുടെ നിവർത്തീകരണമായി അത് ഉൽപ്പത്തി പുസ്തകത്തിൽ തുടങ്ങിയ പ്രൊഫസിയാണ്. ആദ്യത്തെ പ്രവചനം നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ആ പ്രവചനം ഡിക്ലയർ ചെയ്തത്, ആ പ്രൊഫറ്റിക് വേർഡ് ഡിക്ലയർ ചെയ്തത് യഹോവയായ ദൈവമാണ്. ആ ശബ്ദം യഹോവയായ ദൈവം പറഞ്ഞത് സാത്താനോടാണ്, ലൂസിഫറിനോടാണ്, ആ പാമ്പിനോടാണ്. നീ മാനവകുലത്തെ വഞ്ചിച്ചെങ്കിൽ, നീ സ്ത്രീയെ ചതിച്ചുവെങ്കിൽ, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, അവളുടെ ഉദരത്തിൽ ജനിക്കുന്നവൻ തന്നെ നിന്റെ തലയെ തകർക്കുവാനിടയായി. ആ കാലഘട്ടം മുതൽ യേശുവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ സ്വർഗത്തിൽ സകല കാര്യങ്ങളും സജീവമാകുകയാണ്. കാരണം മാനവകുലത്തെ രക്ഷിക്കുക എന്നുള്ളത്, ഞാനിപ്പോൾ വായിച്ച വാക്യം ഉൽപ്പത്തി 3:15 വാക്യമാണ്. മാനവകുലത്തെ രക്ഷിക്കുക എന്നുള്ളത്, വിടുവിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. അതുകൊണ്ട് സകല പ്രവാചകന്മാർക്കും യേശു ക്രിസ്തുവിന്റെ മശീഹായെ കുറിച്ചുള്ള, അവന്റെ ജനനത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ദൈവത്തിൽ നിന്നും ലഭിച്ചിരുന്നു. അവർ അത് പ്രവചിച്ചിരുന്നു. ദാവീദും വിളിച്ചു പറഞ്ഞു, വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീരും. അങ്ങനെ വ്യത്യസ്തമായ നിലകളിൽ യേശുവിന്റെ ജനനത്തെക്കുറിച്ച് പ്രവചിച്ചിരുന്നു. അതിലേക്ക് പോകുന്നില്ല. യേശു ക്രിസ്തുവിന്റെ ജീവിതത്തെക്കുറിച്ച് പ്രവാചകന്മാർ പ്രവചിച്ചു. ഗബ്രിയേൽ ദൂതൻ മറിയത്തോട് തന്റെ ജനനത്തിനു മുൻപേ അവൻ ആരാകുമെന്ന് വ്യക്തമാക്കി. ആ നിലകളിൽ യേശുവിന്റെ ജീവിതം ഈ ഭൂമിയിൽ ഉണ്ടായി. യേശുവിന്റെ മരണം, യേശുവിന്റെ അടക്കം, ഇതെല്ലാം പ്രവചനങ്ങളുടെ നിവർത്തീകരണമാണ്. ഒരിക്കൽ ഞാൻ വാക്യസഹിതം, ഒത്തുവാക്യങ്ങൾ സഹിതം, റഫറൻസുകൾ സഹിതം ഇതിവിടെ പ്രസംഗിച്ചിട്ടുള്ളതാണ്. യേശുവിനെ അടക്കം ചെയ്തത് മണ്ണിലല്ല, കല്ലിൽ വെട്ടിയ കല്ലറയിലാണ്. എൻ്റെ പരിശുദ്ധനെ ഞാൻ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല എന്ന പ്രവചനം അവിടെ നിറവേറുകയാണ്. അവന്റെ അസ്ഥികളിൽ ഒന്നും തന്നെ ഒടിഞ്ഞുപോയില്ല എന്ന പ്രവചനം നിക്കോദിമോസും അരിമത്തേയിലെ മന്ത്രിയായ ജോസഫും അവർ നടത്തിയ ഇടപെടലുകളാൽ സന്ധിയായപ്പോൾ കുരിശിച്ചവനെ, ക്രൂശിക്കപ്പെട്ടവനെ കൈകാലുകൾ തല്ലി ഒടിച്ച് അസ്ഥികൾ ഒടിച്ചു കളഞ്ഞ് താഴ്വരയിലേക്ക് തള്ളേണ്ട സാഹചര്യത്തിൽ യേശു കർത്താവിനെ ക്രൂശിൽ നിന്നും ഇറക്കി ശീലകൾ കൊണ്ട് പൊതിഞ്ഞ് ഏറ്റവും ശ്രേഷ്ഠകരമേറിയ ഒരടക്കം യേശു കർത്താവിന് അന്ന് ലഭിക്കുവാനിടയായി. അതൊന്നും സംഭവിച്ചത് സ്വാഭാവികമായി സാധാരണമായി ഉണ്ടായ ഒരു അവസ്ഥയിലല്ല. അതെല്ലാം നടന്നത് പ്രവചനങ്ങളുടെ നിവർത്തീകരണമാണ്. വാഗ്ദത്തം ചെയ്തതുപോലെ യേശു പറഞ്ഞു, നിങ്ങൾ ഈ മന്ദിരത്തെ പൊളിക്കുവീൻ, ഞാൻ 3 നാൾ കൊണ്ട് ഈ മന്ദിരം പണിയും, 3-ാം നാൾ ഞാൻ ഉയർക്കും. ആ കർത്താവിന്റെ വാഗ്ദത്തത്തെ തടയാൻ അന്നത്തെ ഗവൺമെന്റും റോമൻ പട്ടാളക്കാരും മനുഷ്യരും അവരുടെ മുഴുവൻ സന്നാഹങ്ങളും ഒത്തൊരുമിച്ച് ഒരു മനസ്സോടെ ശ്രമിച്ചിട്ടും ആ വാഗ്ദത്തത്തെ തടയുവാനോ ആ ഞായറാഴ്ച പകൽ ഇറങ്ങി വന്ന പുനരുത്ഥാന ശക്തിയുടെ മുമ്പിൽ നിൽക്കുവാനോ
അവർക്ക് കഴിഞ്ഞില്ല. Amen. ഇന്ന് പകൽ ഇതിലകത്തിരിക്കുന്ന വിശ്വസിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുന്നു, നിങ്ങളോടോ നിങ്ങളുടെ കുടുംബത്തോടോ ദൈവസഭയോടോ കർത്താവ് ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ ഒരു സാഹചര്യങ്ങൾക്കും ഒരു വ്യക്തികൾക്കും അതിനെ നിഷ്ഫലമാക്കുവാൻ കഴിയുകയില്ല. കാരണം ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്, വാക്ക് മാറാത്തവനാണ്. 2024-ലും 22-ലും 23-ലും ഒക്കെ നിന്റെ കാതിൽ കേട്ട വാഗ്ദത്തങ്ങളെ നിനക്ക് ഈ വർഷത്തിൽ സ്വീകരിക്കുവാൻ ദൈവ അവസരങ്ങൾ തരുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളെ അടിച്ച ദൈവത്തിന് നന്ദി പറയാം. ഞാൻ പ്രസംഗിക്കുന്ന ഈ ബൈബിൾ ഒരു കെട്ടുകഥയല്ല. ഞാൻ പ്രസംഗിക്കുന്ന ദൈവവചനം ആരുടെയെങ്കിലും ഉള്ളത്തിൽ ഉൾത്തിരിഞ്ഞ ഒരാശയമോ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ അങ്ങ് തോന്നി ചുമ്മാതെ എഴുതി വെച്ച ഒരു പുസ്തകവുമല്ല. ഇന്ന് ഈ പകൽ ഞാൻ പ്രസംഗിക്കുന്ന പുസ്തകം കാലഘട്ടത്തെ AD എന്നും BC എന്നും രണ്ടായി തിരിച്ചുകൊണ്ട് ചരിത്ര ശബ്ദമായി നിലകൊള്ളുന്നതെങ്കിൽ ഞാൻ വീണ്ടും ആവർത്തിക്കപ്പെടാൻ പോകുകയാണ്. ഈ വർഷം മുതൽ ഇനി അങ്ങോട്ട് ബൈബിൾ എന്ന വിശുദ്ധ ഗ്രന്ഥത്തിന് ഏറ്റവും പ്രാധാന്യത ഉണ്ടാകാൻ പോകുന്ന അത് ഞാൻ പാർക്കുന്ന എന്റെ സംസ്ഥാനത്തും എന്റെ രാജ്യത്തും ലോകത്തിലുടനീളം ഏറ്റവും പ്രാധാന്യത ഉണ്ടാകാൻ പോകുന്ന ഒരു കാലഘട്ടം തുറക്കപ്പെടാൻ പോകുകയാണ്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. തീരുന്നില്ല. വാഗ്ദത്തങ്ങൾ ക്രിസ്തുവിന്റെ ജനനത്തോടുകൂടെയും ജീവിതത്തോടുകൂടെയും മരണ പുനരുത്ഥാനത്തോടുകൂടെയും സ്വർഗാരോഹണത്തോടുകൂടെയും അവസാനിക്കുന്നില്ല. അതെല്ലാം ആ വാഗ്ദത്തങ്ങളെല്ലാം അവിടെ നിറവേറി കഴിയുമ്പോൾ യേശു കർത്താവ് പുനരുത്ഥാനം ചെയ്ത ക്രിസ്തു ഗലീലായിൽ ആ ഒലിവ് മലയിൽ യേശു കർത്താവ് നിന്നുകൊണ്ട് ജെറുസലേമിൽ ആ ഒലിവ് മലയിൽ നിന്നുകൊണ്ട് അവൻ സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് ശിഷ്യന്മാർ ആ കാഴ്ച ഒരു മേഘം വന്ന് അവനെ മൂടി. ആ മേഘത്തിൽ കർത്താവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമ്പോൾ അപ്പോസ്തല പ്രവർത്തികൾ 1-ാം അധ്യായത്തിൽ ദൂതന്മാർ ശിഷ്യഗണങ്ങളോട് പറയുകയാണ്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്തിന്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ. അപ്പോസ്തല പ്രവൃത്തി 1:11 എഴുതിയിരിക്കുന്നു, ഈ യേശു സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. ഓ, വിശ്വസിക്കുന്നവർ ഒന്ന് കരങ്ങൾ അടിച്ച് ആ പ്രത്യാശയുള്ള ദൈവമക്കൾ, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസന്മാരുടെ ശുശ്രൂഷ എനിക്ക് ഇന്ന് വർഷിപ്പ് ടീം എല്ലാവരും വേണമെന്നില്ല. കീബോർഡ് വായിക്കുന്ന ആളും പാടുന്ന ആളുടെ പേരും ഇവിടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഈ വാക്യം എല്ലാവരും ഒന്ന് വായിച്ചേ. TV കാണാൻ പറ്റുന്നുണ്ടോ? വായിച്ചോ. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നതിനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. ഈ മെസ്സേജ് പാസ് ചെയ്തത് മനുഷ്യനല്ല. ഈ മെസ്സേജ് പാസ് ചെയ്തത് സ്വർഗത്തിലെ ദൂതന്മാരാണ്. ഞാൻ ചോദിക്കട്ടെ, അസാധ്യത നിലകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ മറിയം തന്നെ ചോദിച്ചു. ദൂതൻ വന്ന് മറിയത്തോട് പറയുകയാണ്, അവിവാഹിതയായ സ്ത്രീയോട് പറയുകയാണ്, നിന്റെ ഉദരത്തിനകത്ത് ഒരു പൈതൽ ഉരുവാകും, അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. പിതാവാകുന്ന ദൈവം ദാവീദിന്റെ സിംഹാസനം അവന് നൽകും.
ഈ വാഗ്ദത്തം മറിയത്തോട് പറയുമ്പോൾ മറിയം ദൂതനോട് തിരിച്ചു ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ സംഭവിക്കും? ദൂതൻ ലൂക്കോസ് സുവിശേഷം 1:37 മറിയത്തോട് പറയുന്നുണ്ട്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യം അല്ലല്ലോ. ഇവിടെ ഇരിക്കുന്നവർക്ക് ആ വിശ്വാസമുണ്ടോ? അതേത് കാര്യമാകാം, അത് നിങ്ങൾക്കറിയാം. ഇമ്പോസിബിളായ ഒരു സിറ്റുവേഷനിൽ ബുദ്ധിക്കും ചിന്തയ്ക്കും യുക്തിവാദികളുണ്ടല്ലോ, യുക്തിക്കും ബുദ്ധിക്കും ചിന്തയ്ക്കും ഒന്നും വിശ്വസിക്കാൻ കഴിയാത്ത ഒരാലോചന ദൈവത്തിന്റെ ദൂതൻ അറിയിക്കുമ്പോൾ ദൂതൻ പറയുന്നു, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും, പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധ പ്രജ ഉളവാകും. ഹല്ലേലൂയ. അവൻ മനുഷ്യനെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ഇരിക്കുന്ന വ്യക്തിത്വമായതിനാൽ അവൻ യേശു എന്ന പേർ വിളിക്കണം. അത് സംഭവിച്ചോ? അത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു ആരാധന ഉണ്ടോ? അല്ല, നിങ്ങൾ അത് സംഭവിച്ചില്ലെന്ന് ഇനി ചുമ്മാ പറഞ്ഞാലും ഇനി അങ്ങനെ ആർക്കും പറയാൻ പറ്റത്തില്ല. കാരണം വീട്ടിൽ കിടക്കുന്ന കലണ്ടറില്ലേ, അത് കലണ്ടർ നോക്കുന്നതിൽ ജാതിയോ മതം ഉണ്ടോ? വീട്ടിൽ കിടക്കുന്ന കലണ്ടർ ഇല്ലേ, ആ കലണ്ടർ വരെ പറയുന്നത് ക്രിസ്തുവിന് മുൻപും ക്രിസ്തുവിന് ശേഷം. ഒന്ന് കരമടിച്ച് ആ കലണ്ടർ വരെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അന്ന് മറിയത്തോട് ആ ദൂത് പറഞ്ഞത് ദൂതനായിരുന്നു. ആ ദൂത് അതുപോലെ സംഭവിച്ചെങ്കിൽ ദൈവത്തിന്റെ ദൂതന്മാർ അപ്പോസ്തല പ്രവൃത്തി 1:11 വീണ്ടും ശബ്ദമുയർത്തുകയാണ്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. അന്ന് ദൂത് പറഞ്ഞത് മറിയം കണ്ടെങ്കിൽ ഈ പറഞ്ഞ ദൂത് ഞാനും നിങ്ങൾ കാണാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ ശബ്ദമുയർത്തി ഈ ദൈവത്തിന്റെ ആലോചന ഇത് സംഭവിച്ചിരിക്കും, ഇത് യാഥാർത്ഥ്യമായിരിക്കും. അതുകൊണ്ടാണ് പാട്ടുകാരൻ പറഞ്ഞത്, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്ക, പ്രിയൻ വരുവതിൽ താമസം ഏറെയില്ല. ഇത് മറ്റാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനൊരു പ്രത്യാശ വേറെ ആർക്കുണ്ട്? അടുത്തിരിക്കുന്ന ആളെ ഒന്ന് മുട്ടിയേച്ച് ചോദിച്ചേ, ഇങ്ങനൊരു പ്രത്യാശ മറ്റാർക്കുണ്ട്? ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഏതെങ്കിലും മനുഷ്യരോ ഏതെങ്കിലും വ്യക്തിത്വങ്ങളോ ഈ ലോകത്തിലെ ആർക്കെങ്കിലും ഇങ്ങനൊരു ഉറപ്പ് അവരുടെ സമൂഹത്തിന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ഉയർത്തെഴുന്നേറ്റവൻ, ഞാൻ ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയുന്നു ദൈവമക്കളോട്, യേശു ജനിച്ചതുപോലെ ഈ ഭൂമിയിൽ ആരും ജനിച്ചിട്ടില്ല. കാരണം രാജാതി രാജാവായവൻ, ദൂതന്മാരുടെ ആരാധനയിൽ ഇരുന്നവൻ, സർവശക്തനായവൻ ഇങ്ങ് താണിറങ്ങി കാലിത്തൊഴുത്തിൽ ജനിക്കുവാനിടയായി. യേശു ജീവിച്ചതുപോലൊരു ജീവിതം ഈ ഭൂമിയിൽ നയിക്കുവാൻ ആർക്കും സാധ്യമായിട്ടില്ല. യേശു മരിച്ചതുപോലൊരു ദാരുണ മരണം ഈ ഭൂമിയിൽ ആരും കൈവരിച്ചിട്ടില്ല. യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ ഈ ഉലകത്തിൽ ആരും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ഇനി അതിലെല്ലാം അപ്പുറമായി തന്നിൽ വിശ്വസിക്കുന്ന, തന്നിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന,
തന്നെ കാത്തിരിക്കുന്ന തന്റെ ജനത്തെ ചേർക്കുവാൻ ഞാൻ മടങ്ങി വരും, വീണ്ടും വരും എന്ന ഉറപ്പ് തന്ന ഒരുവൻ ഉലകത്തിലില്ല. ഈ നല്ല കർത്താവിനെ അറിയാൻ ഭാഗ്യം ലഭിച്ച, അവനെ വിശ്വസിക്കാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, നിങ്ങൾ അനുഗ്രഹീതരാണ്. അതുകൊണ്ടാണ് ആമോസിന്റെ പ്രവചന പുസ്തകത്തിനകത്ത് 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്, നിന്റെ ദൈവത്തെ എതിരേൽക്കുവാൻ ഒരുങ്ങിക്കൊള്ളുക. ഞാൻ അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു വാക്ക് ഉപയോഗിക്കാം. പ്രിപ്പയർ ടു മീറ്റ് യുവർ ഗോഡ്. ആ പ്രിപ്പയർ എന്നൊരു വേർഡ് കണ്ടോ? അങ്ങനെ ചുമ്മാതൊന്നും കാണാൻ പറ്റത്തില്ല, അതിനൊരു ഒരുക്കം വേണം. ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരാളിനെ കാണാൻ പോവുകയാണ്. ആ വളരെ പ്രധാനപ്പെട്ട ഒരാളിനെ കാണാൻ പോകുമ്പോൾ അതിന് നിങ്ങൾക്കൊരു ഒരുക്കം ഉണ്ടാവും. നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പോവുകയാണ്. ആ ഫംഗ്ഷനിൽ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ വീട്ടിൽ നിൽക്കുന്ന കോലത്തിലായിരിക്കത്തില്ല പോകുന്നത്, അതിന് നിങ്ങൾക്കൊരു ഒരുക്കം ഉണ്ടാവും. നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരാളിനെ കാണാൻ പോകുമ്പോൾ, ഫേസ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ അകത്ത് ഒത്തിരി ചിന്തകൾ ഉണ്ടാകും. ഞാൻ ചോദിക്കട്ടെ, നാളെ ഞാൻ എൻ്റെ ജീവിത സാഹചര്യങ്ങളെ എങ്ങനെ ഫേസ് ചെയ്യും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. നാളുകളിൽ എൻ്റെ സാമ്പത്തിക വിഷയങ്ങളെ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. നാളുകളിൽ ചിലർ പറയാറുണ്ട്, എന്നെ എൻ്റെ ബോസ് വിളിച്ചിട്ടുണ്ട്, എൻ്റെ മീതെയുള്ള എൻ്റെ ജോലി സ്ഥലത്തെ ബോസ് വിളിച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നു ബ്രദറെ, ഞാൻ എങ്ങനെയാ പുള്ളിയെ ഫേസ് ചെയ്യുന്നത്, മീറ്റ് ചെയ്യുന്നത്? ചില വിഷയങ്ങളുണ്ട്. ഞാൻ എങ്ങനെ എൻ്റെ ബോസിനെ മീറ്റ് ചെയ്യും, ഞാൻ എങ്ങനെ എൻ്റെ നാളുകളെ ഫേസ് ചെയ്യും എന്ന് ചിന്തിക്കുന്ന നിങ്ങൾ എത്ര പേർ ചിന്തിച്ചിട്ടുണ്ട്? നാളുകളിൽ അല്ലെങ്കിൽ അറ്റ് എനി ടൈം, ഏത് സമയവും ഈ വാഗ്ദത്തം സംഭവിക്കാം. എനിക്ക് എൻ്റെ കർത്താവിന്റെ മുൻപിൽ അവനെ ഫേസ് ചെയ്യാൻ കഴിയുമോ? അവനെ ഫേസ് ചെയ്യുവാൻ എനിക്ക് കഴിയണമെങ്കിൽ വചനം പറയുന്നു, അതിനെനിക്ക് വ്യക്തിപരമായ ഒരു പ്രിപ്പറേഷൻ ആവശ്യമാണ്. അതാണ് പാട്ടുകാരൻ പറഞ്ഞു. ഇനി ഞാൻ പറഞ്ഞില്ല, അത് പാടിക്കോ. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. ആ പ്രിപ്പറേഷൻ നമുക്ക് ആവശ്യമാണ്. പ്രിയൻ വരുവതിൽ താമസം ഏറെയില്ല. ഇത് ഓൺലൈനിൽ കാണുന്നവരും ഈ ചർച്ചിൽ ഇരിക്കുന്നവരും എല്ലാം മനസ്സിലാക്കണം. നമ്മൾ ന്യൂ ഇയറിന്റെ സർവീസിൽ ഇത് സവിസ്തരമായി കേൾക്കുവാനിടയായി. 2025, 26, 27 വർഷങ്ങളൊക്കെയും കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ മുഴുവൻ ലക്ഷണങ്ങളും കാണിക്കാൻ പോകുന്ന സമയങ്ങളാണ്. ഒന്ന് കരങ്ങൾ അടിച്ച് കർത്താവിനൊന്ന് നന്ദി പറഞ്ഞേ.